നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി ജ്വല്ലറി കവർച്ച, പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് 10ഓളം കേസുകൾ. പ്രതികളെ ജൂലൈ 9 വരെ റിമാൻഡ് ചെയ്തു. എത്ര നന്നാക്കിയാലും നന്നാകില്ല എന്നുറപ്പിച്ചാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ അവസ്ഥ. കണ്ടോന്താർ ചെങ്ങളം റോഡിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങി. ചെറുപുഴ ടൗണിലെ മലഞ്ചരക്ക് കടയിൽ മോഷണം. 2അംഗ സംഘം മട്ടന്നൂരിൽ പോലീസിന്റെ പിടിയിലായി. ബാങ്കിംഗ് മേഖലയോടുള്ള നിഷേധാത്മക നിലപാട്, ബെഫിയുടെ നേതൃത്വത്തിൽ മോദി സർക്കാർ ഒരു വിചാരണ മാത്തിലിൽ നടന്നു. പരിയാരത്തെ സ്വാശ്രയ ഫീസ്, പ്രതിഷേധം വ്യാപകമാകുന്നു. വാർത്തകൾ വിശദമായി. പഴയങ്ങാടി അൽഫത്തിബി ജ്വല്ലറി കുത്തിത്തുറന്ന കേസിലെ പ്രതികളായ AP റഫീഖ്, KV നൌഷാദ് എന്നിവരെ പൊതുജനമധ്യത്തിൽ ഹാജരാക്കി പോലീസ്. ഇവർ മോഷ്ടിച്ച 2.8 കിലോഗ്രാം സ്വർണവും 1.5 ലക്ഷം രൂപയും കണ്ടെത്തിയതായി ജില്ലാ പോലീസ് മേധാവി G. ശിവവിക്രം പഴയങ്ങാടിയിൽ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ കുറേ ഏരിയയിലെല്ലാം റെക്കഗ്നൈസ് ചെയ്ത് മാക്സിമം ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടാണ് രണ്ടാളെ നാരോ ഡൗൺ ചെയ്തത്. ഏകദേശം 40 ക്യാമറാസ് പരിശോധിച്ചത് ചുറ്റുമുള്ള ഏരിയാസിൽ. പിന്നെ കുറേ ആളുകളെ വെരിഫൈ ചെയ്തു. പിന്നെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയതിൽ അടിസ്ഥാനത്തിൽ രണ്ടാളെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തതിൽ ഒരു റഫീഖ്, അയാൾ വീട് പുതിയങ്കാടിക്കാരനാണ്. പിന്നെ അല്ലാതെ ഒരു നൌഷാദ്, 2 പേരാണ്. ഈ കേസുകളിൽ നമ്മൾ മൊത്തം എടുത്ത് നോക്കിയതിൽ ഇവന്മാരിൽ ഇതുവരെ, അതായത് അപ്പാർട്ട് ഫ്രം ഈ റിക്കവറി, ഇത് ഫുൾ റിക്കവറിയാണ്. 2.8 നമുക്ക് FIR-ലായത് ഫുൾ റിക്കവറിയാണ്, സ്വർണ്ണ റിക്കവറി 100% റിക്കവറിയാണ്. അല്ലാതെ ഈ 2 lakhs എന്ന് പറയുന്നതിൽ 1.5 lakhs ക്യാഷ് റിക്കവറി ഉണ്ട്. 1.5 lakhs ക്യാഷ് റിക്കവറി ഒരു കയ്യിലുണ്ട്. പഴയങ്ങാടിയിലെ അൽഫത്തിബി ജ്വല്ലറി കുത്തിത്തുറന്ന കേസിലെ പ്രതികളായ AP റഫീഖ്, KV നൌഷാദ് എന്നിവരെ രാവിലെ 11 മണിയോടെയാണ് പൊതുജനമധ്യത്തിൽ ഹാജരാക്കിയത്. 2.8 കിലോഗ്രാം സ്വർണ്ണാഭരണമാണ് ഇവർ മോഷ്ടിച്ചത്. മാടായി പുതിയ വളപ്പിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന AP റഫീഖ്, പുതിയങ്ങാടിയിലെ KV നൌഷാദ് എന്നിവരാണ് പ്രതികൾ. മോഷണശേഷം ഇരുവരും സ്വർണ്ണാഭരണം വീതിച്ചെടുക്കുകയായിരുന്നു. നൌഷാദിന്റെ മാട്ടൂലിലെ ഭാര്യ വീട്ടിൽ മാലിന്യക്കുഴിയിലാണ് സ്വർണം കുഴിച്ചിട്ടത്. ഇന്ന് രാവിലെയാണ് പോലീസ് ഇത് കണ്ടെത്തിയത്. റഫീഖിന്റെ വീടിന്റെ അലമാരയിൽ നിന്നും മോഷ്ടിച്ച സ്വർണം കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് കണ്ടെത്തിയിരുന്നു. അതിസമർത്ഥമായാണ് ഇവർ മോഷണം നടത്തിയത്. 6 മാസത്തോളം നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു അൽഫത്തിബി ജ്വല്ലറിയിൽ മോഷണം നടത്തിയത്. നിലവിൽ 10ഓളം മോഷണക്കേസുകൾ ഇവർ നടത്തിയതായി ജില്ലാ പോലീസ് മേധാവി G. ശിവവിക്രം മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരായ തളിപ്പറമ്പ് DYSP KV വേണുഗോപാൽ, പഴയങ്ങാടി SI ബിനു മോഹൻ തുടങ്ങിയവരും മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പഴയങ്ങാടി ജ്വല്ലറി കവർച്ച, പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ ജൂലൈ 9 വരെ റിമാൻഡ് ചെയ്തു. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് ചൊവ്വാഴ്ച അപേക്ഷ സമർപ്പിക്കും. പഴയങ്ങാടി ജ്വല്ലറി കവർച്ചാ കേസിൽ അറസ്റ്റിലായ പ്രതികളെ പയ്യന്നൂർ കോടതിയിൽ ഹാജരാക്കി. മുഖ്യ സൂത്രധാരൻ പുതിയങ്ങാടിയിലെ AP റഫീഖ്, മാടായി പോസ്റ്റ് ഓഫീസിന് സമീപത്തെ നൌഷാദ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഉച്ചയ്ക്ക് 3 മണിയോടെ പഴയങ്ങാടി SI ബിനു മോഹന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവരെ കോടതിയിൽ എത്തിച്ചു. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് മുൻസിഫ് കോടതിയിൽ ഇവരെ എത്തിച്ചത്. കുറ്റം ചെയ്തതിന്റെ യാതൊരു ഭാവഭേദവും പ്രതികളിൽ കാണാനിടയായില്ല. ജൂലൈ 9 വരെ റിമാൻഡ് ചെയ്ത പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം ചൊവ്വാഴ്ച അപേക്ഷ നൽകും. തളിപ്പറമ്പിലും പഴയങ്ങാടിയിലുമായി നിരവധി കവർച്ചാ കേസിൽ പ്രതികളാണ് ഇവർ. പയ്യന്നൂരിൽ താമസക്കാരായിരുന്ന സമയത്തും കവർച്ചകൾ നടത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആരും തന്നെ പോലീസിൽ പരാതിപ്പെട്ടതുമില്ല. പഴയങ്ങാടി അൽഫത്തിബി ജ്വല്ലറി മോഷണം, പ്രതികൾക്കെതിരെ 10ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളായ AP റഫീഖ്, KP നൌഷാദ് എന്നിവരെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ കേസുകളിലായി 584 പവനും 10.5 ലക്ഷം രൂപയും ഇവർ കവർന്നതായും പോലീസ് കണ്ടെത്തി. നാടിനെ ഞെട്ടിച്ച പഴയങ്ങാടി അൽഫത്തിബി ജ്വല്ലറി കവർച്ചാ കേസ് പ്രതികൾ വലയിലായതോടുകൂടി നിരവധി കവർച്ചാ കേസുകളാണ് തെളിയുന്നത്. വർഷങ്ങളായി മോഷണം പതിവാക്കി ആരുമറിയാതെ നാട്ടുകാർക്കിടയിൽ തന്നെ കഴിഞ്ഞുകൂടിയ റഫീഖും നൌഷാദും നടത്തിയ മോഷണ വിവരം പുറത്തു വന്നതോടുകൂടി നാട്ടുകാർ ഞെട്ടി. ഇതുവരെ 10ഓളം കേസുകളിലായി ഇവർ കവർന്നത് 584 പവൻ സ്വർണവും 10.5 ലക്ഷം രൂപയും, ഒരു സ്കൂട്ടറും 2 LCD TVയും വീട്ടുപകരണങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ്. പയ്യന്നൂരിൽ ബാലപീഡന കേസിലും പ്രതിയാണ് റഫീഖ്.
പുതിയങ്ങാടി മാട്ടൂൽ ഭാഗങ്ങളിലെ മിക്ക കവർച്ചാ കേസുകളുടെയും പിന്നിൽ നൌഷാദും റഫീഖുമാണെന്ന് പോലീസ് കണ്ടെത്തി. തളിപ്പറമ്പ് ചപ്പാരപ്പടവ് മങ്കരയിലെ വീട്ടിൽ നിന്നും 21 പവനും 30,000 രൂപയും കവർന്നു. 2013 പുതിയങ്ങാടിയിലെ റഷീദയുടെ വീട്ടിൽ നിന്ന് 77 പവനും ലാപ്ടോപ്പും കവർന്നു. 2014 മൊട്ടാമ്പുറത്തെ അബ്ദുള്ളയുടെ വീട്ടിൽ നിന്ന് 81 പവൻ കവർന്നു. 2017 മാട്ടൂൽ വായനശാലയ്ക്ക് സമീപത്തെ എസ് മുഹമ്മദിന്റെ വീട്ടിൽ നിന്നും സ്കൂട്ടർ മോഷ്ടിച്ചു. മാട്ടൂലിലെ സമീറ സ്റ്റോപ്പിലെ മുഹമ്മദിന്റെ വീട് കുത്തിത്തുറന്ന 10,000 രൂപയും ലാപ്ടോപ്പും മൊബൈൽ ഫോണും കവർന്നു. 2018 മാട്ടൂൽ മൂസക്കാൻ പള്ളിക്ക് സമീപത്തെ ആശിഷ് അഹമ്മദിന്റെ വീട് കുത്തിത്തുറന്ന 6,90,000 രൂപയും 2 പവനും കവർന്നു. ഒടുവിൽ പഴയങ്ങാടി അൽഫത്തീബി ജ്വല്ലറിയിൽ നിന്നും 78 നെക്ലേസും 118 മാല, 98 ബ്രേസ്ലെറ്റ്, 108 വള, കമ്മൽ, മോതിരം ഉൾപ്പെടെ 2.8 കിലോ സ്വർണവും 2 ലക്ഷം രൂപയും കവർന്നു. അൽഫത്തീബി ജ്വല്ലറി കവർച്ചയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണമാണ് ഇരുവരെയും കുടുക്കിയത്. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ഒരു നാടിനെ ഞെട്ടിച്ച ജ്വല്ലറി കേസിലെ പ്രതികൾക്ക് ലഭിക്കാവുന്ന കൂടിയ ശിക്ഷ പരമാവധി 3 വർഷം. ഇന്ത്യൻ ശിക്ഷാ നിയമം 3/80 ശിക്ഷയാണ് വ്യവസ്ഥ ചെയ്യുന്നത്. വിശന്നു വലഞ്ഞ് വയറൊട്ടിയ കൊച്ചുകുഞ്ഞ് മാങ്ങ മോഷ്ടിച്ചാൽ വെടിവെച്ചു കൊല്ലുന്ന കാലമാണ്. കോടികൾ വിലമതിക്കുന്ന സ്വർണം മോഷ്ടിച്ച് ധൂർത്തടിക്കുന്ന മോഷ്ടാക്കൾക്ക് ലഭിക്കുന്നതാകട്ടെ 3 വർഷത്തെ ജയിൽ ശിക്ഷ. വ്യത്യസ്ത സാഹചര്യങ്ങളിലാണെങ്കിലും നീതിയുടെ 2 വശങ്ങൾ ഓർത്തുപോകുന്നത് ഇവിടെയാണ്. മോഷണങ്ങൾക്ക് തടയിടാനാണ് ശിക്ഷകൾ നടപ്പാക്കുന്നതെങ്കിൽ ഈ 3 വർഷം ഒന്നുമല്ല. ഇതറിയാവുന്നതുകൊണ്ട് തന്നെയാവണം പ്രതികൾക്ക് യാതൊരു കൂസലും ഇല്ലാഞ്ഞതും. ഇവിടെ കണക്കുകൾ നോക്കിയാൽ നഷ്ടം ജ്വല്ലറി ഉടമയ്ക്ക് മാത്രം. നിരവധി കവർച്ചകൾ നടത്തിയിട്ടും പിടിക്കപ്പെടാതെ ഒടുവിൽ അതിസാഹസികമായി പ്രതികളെ പിടിച്ച പോലീസിന് തന്നെ ഈ ശിക്ഷാ കാലയളവ് അംഗീകരിക്കാൻ കഴിയുമോ എന്ന് സംശയം. ഇത്രയും ലഘുവായ ശിക്ഷാരീതി മോഷണക്കേസുകൾ വർദ്ധിപ്പിക്കുകയുള്ളൂ. മറ്റു വാർത്തകളിലേക്ക്. സിരകളിൽ ചോര കിനിയുന്ന ഓർമ്മകളിൽ ഒരു തലമുറ. അടിയന്തരാവസ്ഥ കാലത്തെ കറുത്ത രാത്രികളെ ഓർമ്മിപ്പിച്ച് പയ്യന്നൂരിൽ ഒരു സംഘം അടിയന്തരാവസ്ഥ പോരാളികൾ ഒത്തുചേർന്നു. അടിയന്തരാവസ്ഥ വാർഷികാചരണ ഭാഗമായിരുന്നു സംഗമം. പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും കൂച്ചുവിലങ്ങിട്ട അടിയന്തരാവസ്ഥയെ നിശ്ചയദാർഢ്യത്തോടെ പൊരുതി തോൽപ്പിച്ച പോരാളികൾക്ക് വാർഷികം കടന്നു വരുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരു കാലഘട്ടത്തിന്റെ ദുരിതപൂർണമായ സമൂഹത്തിന്റെ നേർചിത്രമാണ്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിന്റെ വാർഷിക ദിനമാണ് ജൂൺ 25. രാജ്യത്തുണ്ടാകുന്ന ഗുരുതരമായ ആഭ്യന്തര അസ്വസ്ഥതകളെ ബാഹ്യാക്രമണമോ ആക്രമണ ഭീഷണിയോ നേരിടാൻ ഭരണകൂടം സൃഷ്ടിക്കുന്ന സ്ഥിതിവിശേഷമാണെന്ന് ഒറ്റ വാചകത്തിൽ നിർവചിക്കാമെങ്കിലും ഒരു തലമുറയുടെ മനസ്സിൽ വീഴ്ത്തിയ കറുത്ത പാടുകളായിരിക്കാം ഭാവിയിൽ ഇത് വിലയിരുത്തപ്പെടുക. 1975 ജൂൺ 25 രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. വ്യാപകമായ അറസ്റ്റുകൾ നടന്നു. തീവ്ര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിഷേധിച്ചു. അടിയന്തരാവസ്ഥയുടെ നർത്തനവേദിയിൽ ചവിട്ടിയരക്കപ്പെട്ടത് ഒരു ജനതയുടെ സ്വാതന്ത്ര്യവും സത്വവുമായിരുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് പയ്യന്നൂരിൽ 42ഓളം പേർ ജയിലിലടക്കപ്പെട്ടു. 4.5 മാസം ജയിലിൽ കടുത്ത പീഡനം അനുഭവിക്കേണ്ടി വന്നതായി PV കുഞ്ഞപ്പൻ അടിയന്തരാവസ്ഥ പോരാളി സംഗമത്തിൽ പറഞ്ഞു. രാജ്യത്തിനകത്തുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെല്ലാം കൽത്തുറങ്കിലടച്ചു. രാജ്യത്താകെ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. 10,000-കണക്കിന് ആളുകളെ ജയിലിലടച്ചു. മൃഗീയമായ മർദ്ദനത്തിന് നിരവധി നേതാക്കന്മാരടക്കം അതിന് വിധേയരാകുന്നൊരു നില എന്ന് പറയുന്നുണ്ടായി. പോലീസിൻ്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് രാജ്യത്തെങ്ങും നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഇതിനെതിരായിട്ട് വലിയ പ്രതിഷേധമാണ് രാജ്യത്തിനകത്ത് ഉയർന്നു വന്നത്. അടിയന്തരാവസ്ഥ 2ാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണമെന്നും തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ 26 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുപുഴ ടൗണിലെ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ 2-അംഗ സംഘം മട്ടന്നൂരിൽ പോലീസിന്റെ പിടിയിലായി. കവർച്ചയ്ക്ക് ശേഷം സാധനങ്ങളുമായി പോകുന്ന വാഹനത്തിന്റെ ദൃശ്യമാണ് മോഷ്ടാക്കളെ പിടികൂടാൻ സഹായകമായത്. സ്ഥിരം കവർച്ചക്കാരനായ നടുവിൽ പുലിക്കുരുമ്പ സ്വദേശി തൊരപ്പൻ സന്തോഷ്, കീഴപ്പള്ളി സ്വദേശി ഓട്ടോ ഡ്രൈവർ പള്ളിവേലിൽ ജോഷി എന്നിവരെയാണ് മട്ടന്നൂർ പോലീസ് പിടികൂടിയത്.
വാഹനങ്ങളുടെ ബാറ്ററി മോഷണത്തിനിടയിലാണ് ഇരുവരും പിടിയിലായത്. വിശദമായ ചോദ്യം ചെയ്തപ്പോഴാണ് ചെറുപുഴയിലെ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയത് ഇവരാണെന്ന് തെളിഞ്ഞത്. നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ലഭിച്ച വാഹനത്തിന്റെ ദൃശ്യവും വിവിധ സ്റ്റേഷനുകളിൽ പോലീസിന് കൈമാറിയിരുന്നു. വാഹനവും പോലീസ് പിടികൂടി. പെരിങ്ങോം SI M സജിത്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ശശിധരൻ കക്കറ, അബ്ദുൾ ജബ്ബാർ, CPO രാകേഷ്, ഡ്രൈവർ മഹേഷ് എന്നിവരടങ്ങിയ സംഘത്തിന്റെ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. കവർച്ച ചെയ്ത കുരുമുളകും അടക്കയും പയ്യാവൂർ, ചെമ്പേരി, ഇരിട്ടി, ആറളം എന്നിവിടങ്ങളിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനങ്ങളിൽ വിൽപ്പന നടത്തിയതായി തെളിഞ്ഞിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 12-നും 19-നും രാത്രിയാണ് ചെറുപുഴയിലെ മലഞ്ചരക്ക് കടകളിൽ നിന്നും 6 കിൻഡൽ അടക്കയും 10 ചാക്ക് കുരുമുളകും മോഷണം പോയത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. എത്ര നന്നാക്കിയാലും നന്നാകില്ല എന്നുറപ്പിച്ചാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ അവസ്ഥ. കണ്ടോന്താർ ചെങ്ങളം റോഡിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങി. വെള്ളം പാഴാകുന്നത് തുടർക്കഥയായിട്ടും അധികൃതർക്ക് കുലുക്കമില്ല. മഴ വന്നാൽ വെള്ളം എത്രയും ഒഴുക്കിക്കളയാമെന്നൊരു ധാരണ പലർക്കുമുണ്ട്. അതേ തെറ്റിദ്ധാരണ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ജപ്പാൻ കുടിവെള്ള പദ്ധതി അധികാരികൾക്കുമുള്ളത് എന്ന് തോന്നും. വേനലായാലും മഴയായാലും വെള്ളം ഒഴുക്കിക്കളയണമെന്നൊരു നിർബന്ധമുണ്ട് ഇവർക്ക്. കണ്ടോന്താർ ചെങ്ങളം റോഡിലാണ് ജപ്പാൻ കുടിവെള്ളം പാഴാവുന്നത്. ശുദ്ധജലം പാഴാവുന്നത് മാത്രമല്ല, പ്രദേശവാസികൾക്കുണ്ടാക്കുന്നത് ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല. മഴയോ വെയിലോ എന്നില്ലാതെ ഇവിടെ മുട്ടോളം വെള്ളമാണ്. കുടിവെള്ള പദ്ധതി തുടങ്ങിയ കാലം മുതലേ ഇതാണ് അവസ്ഥ. വേനൽക്കാലത്ത് സമീപത്തെ കിണറുകളിൽ വെള്ളം നിറയുമെന്നതിനാൽ പലരും ഇത് പ്രശ്നമാക്കാറില്ല. എന്നാൽ മഴവെള്ളത്തിന് പുറമെ ശുദ്ധജലം വെറുതെ ഒഴുകിപ്പോവുകയാണ് ഇവിടെ. ഇതിപ്പോൾ ഈ പൈപ്പ് ഈ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ ഇത് തുടങ്ങിയെന്ന് മുതൽ ഒരു ദിവസം ഒഴിവാണ്ട് വെള്ളം പോകുന്നുണ്ട്. വേനൽക്കാലത്ത് പിന്നെ അടുത്തുള്ള കിണറിലെല്ലാം വെള്ളം കയറുന്നതുകൊണ്ട് പിന്നെ ആർക്കും അത്ര വലിയ പ്രശ്നമില്ല. ഇപ്പം വർഷകാലത്ത് എന്താ സ്ഥിതി എന്ന് വിചാരിച്ചാൽ സ്ഥിരമായിട്ട് മുട്ടോളം വെള്ളം സ്കൂളിൽ പോകേണ്ട ചെറിയ കുട്ടിയൊക്കെ ആവുന്നില്ല. ഇതാ ഞാൻ എൻ്റെ കാലിന് ഒരു മുറിവ് പറ്റിയിട്ട് ആസ്പത്രിയിൽ ഇടുന്ന് ഓട്ടോറിക്ഷ ആക്കിയിട്ട് വേണം ആ ആസ്പത്രിയിലേക്ക് പോകാൻ. അത്രയും വിഷമമാണ്. ഇത്രയും ഈ മുട്ടോളം വെള്ളം ഈ സ്ഥിരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എവിടെയോ ഉള്ള വെള്ളം അടിച്ചുകൊണ്ടിട്ട് ജപ്പാൻ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒഴുക്കി വിടുന്നു. മാത്രമല്ല ഈ വിതരണം നടത്തുന്ന വെള്ളം നിങ്ങൾ ആലോചിക്കുക. ഈ അഴുക്ക് വെള്ളത്തിൽ മിക്സ് ആയിട്ടാണ് ഈ വെള്ളം പോകുന്നത്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്നവരുടെ സ്ഥിതി നിങ്ങൾ ആലോചിക്കുക. ഇത് ആരോഗ്യ പ്രശ്നങ്ങളല്ലേ. പിന്നെ അതുമാത്രമല്ല ഈ പഞ്ചായത്തിന് 100 മീറ്റർ റോഡ്, ഈ റോഡിലെ കൂടെ ഈ മുട്ടോളം വെള്ളം സ്ഥിരമായി ഒഴുകുമ്പോൾ ഇതിൽ വാഹനങ്ങളും പോകുമ്പോൾ ഈ റോഡ് അങ്ങ് തകരാറാവും. ഈ റോഡ് നന്നാക്കി കൊടുക്കാൻ ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ അവർ തയ്യാറാവുമോ? അത്രയും ഈ നാട്ടിന് വേണ്ടി ഇതിപ്പോൾ ശാപമായി മാറി. പലയിടങ്ങളിലും പൈപ്പ് പൊട്ടി അഴുക്ക് വെള്ളവുമായി കലരുന്നുണ്ട്. ഇതാണ് പല വീടുകളിലേക്കും എത്തുന്നത്. നിരന്തരം വെള്ളമൊഴുകി റോഡ് തകരാൻ തുടങ്ങി. നിത്യേനയെന്നോണം ബന്ധപ്പെട്ടവരെ വിവരമറിയിക്കുന്നുണ്ടെങ്കിലും നന്നാക്കി മണിക്കൂറുകൾക്കകം തന്നെ പഴയ സ്ഥിതിയിലാവും പൈപ്പ്. പഞ്ചായത്ത് അധികൃതരും MLA അടക്കമുള്ളവരും ഇടപെട്ടിരുന്നു. എങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ബെഫിയുടെ നേതൃത്വത്തിൽ മോദി സർക്കാർ ഒരു വിചാരണ മാത്തിലിൽ നടന്നു. ബാങ്കിംഗ് മേഖലയോടുള്ള നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു പരിപാടി. മോദി സർക്കാരിന്റെ നയം മൂലം ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലയിലുണ്ടായ തകർച്ചയിൽ പ്രതിഷേധിച്ചാണ് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബെഫി പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോദി സർക്കാർ ഒരു വിചാരണ എന്ന പേരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. മാത്തിലിൽ നടന്ന പരിപാടി പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P. ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ P. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ P. ഗണേശൻ സംസാരിച്ചു. തുടർന്ന് ബാങ്കിംഗ് എന്ന വിഷയത്തിൽ അമൽ രവി, പ്രതിരോധം എന്ന വിഷയത്തിൽ ചന്ദ്രൻ, ഇൻഷുറൻസ് എന്ന വിഷയത്തിൽ പ്രേംജിത്ത്, ടെലികോം എന്ന വിഷയത്തിൽ ജിതേഷ് എന്നിവർ സംസാരിച്ചു. ചിത്രരഞ്ജൻ ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. ചങ്ങാതിക്കൂട്ടം മുൻകൈയെടുത്തപ്പോൾ സഹപാഠിക്ക് വീട് പൂർത്തിയായി. തൃക്കരിപ്പൂർ എടാട്ടുമ്മലിലെ മാലതിയുടെ കുടുംബത്തിന് സഹപാഠികളുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽദാനം ജില്ലാ പഞ്ചായത്ത് അംഗവും സഹപാഠിയുമായ VPP മുസ്തഫ നിർവഹിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1986 SSLC ബാച്ചിലെ അംഗമായ തെക്കത്തി മാലതിയുടെ കുടുംബത്തിനാണ് കൂടെ പഠിച്ചവരുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടം മുൻകൈയെടുത്ത് പാതിവഴിയിൽ നിലച്ച വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2005-ൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ വീട് അനുവദിക്കപ്പെട്ടെങ്കിലും പണം തികയാതെ നിർമ്മാണം പാതിവഴിയിൽ നിർത്തേണ്ടി വരികയായിരുന്നു ഈ നിർധന കുടുംബത്തിന്. കണ്ണിന് അസുഖബാധിതയായ മാലതിയുടെയും ഹൃദ്രോഗം വലയ്ക്കുന്ന അമ്മ കുഞ്ഞിപ്പാട്ടിയുടെയും ദുരിതവും വീടിന്റെ അപകടാവസ്ഥയും നേരിൽ കണ്ടതോടെ സഹപാഠികളുടെ കൂട്ടായ്മ മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് വീടിന്റെ നിർമ്മാണം ഏറ്റെടുക്കുകയായിരുന്നു. മാസങ്ങൾക്കകം ഇവരുടെ കുടുംബത്തിന് കിടപ്പുമുറികളും അടുക്കളയും ഉൾപ്പെടെയുള്ള വീടിന്റെ തേപ്പുപണികളും വാതിൽ ജനൽ നിർമ്മാണവും വയറിംഗ് ജോലികളും അടുപ്പ് നിർമ്മാണവും ചങ്ങാതിക്കൂട്ടത്തിന് പൂർത്തിയാക്കാനായി. ജില്ലാ പഞ്ചായത്ത് അംഗവും മാലതിയുടെ സഹപാഠിയുമായ VPP മുസ്തഫ എടാട്ടുമ്മലിൽ നടന്ന ലളിതമായ ചടങ്ങിൽ മാലതിയുടെ അമ്മ കുഞ്ഞിപ്പാട്ടിക്ക് വീടിന്റെ താക്കോൽ കൈമാറി.
1986 ബാച്ചായ ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് PV ഗീത, സെക്രട്ടറി T തമ്പാൻ, വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ AV പ്രേമരാജൻ, കൺവീനർ സതീശൻ പുതിയടവൻ എന്നിവരുൾപ്പെടെ സഹപാഠികളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ വെച്ച് മറ്റൊരു സഹപാഠി പിലിക്കോട് ചൂരിക്കോവലിലെ ഗിരിജിയുടെ മകൻ +1 വിദ്യാർത്ഥി ദീപകിന്റെ പഠന ചെലവുകളും ചങ്ങാതിക്കൂട്ടം ഏറ്റെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. സർക്കാർ ഏറ്റെടുത്തിട്ടും പരിയാരത്ത് സ്വാശ്രയ ഫീസ് ഈടാക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. MSFന്റെ നേതൃത്വത്തിൽ കോളേജിലേക്ക് മാർച്ചും തുടർന്ന് ധർണയും നടത്തി. സർക്കാർ ഏറ്റെടുത്തിട്ടും പ്രവേശനം സ്വാശ്രയതലത്തിൽ നടത്തുവാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് മെഡിക്കൽ കോളേജ് കവാടത്തിൽ പരിയാരം SI VR വിനീഷിന്റെയും പയ്യന്നൂർ SI KP ഷൈനിന്റെയും ശ്രീകണ്ഠാപുരം SI C പ്രകാശിന്റെയും നേതൃത്വത്തിൽ തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടായി. തുടർന്ന് നടന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CK നജാഫ് അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഫൈസൽ ചെറുകുന്നോൻ, ടെക്ഫെഡ് സംസ്ഥാന ചെയർമാൻ KV ഉദൈഫ്, ഷജീർ ഇക്ബാൽ, OK ജാസിർ, ആസിഫ് ചപ്പാരപ്പടവ് തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണ പരിപാടി പുസ്തക വീടിന് സമാപനം. 5 ദിവസങ്ങളിലായി നടന്നുവന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് ചിത്രം സാഹിത്യം പരിപാടിയിലൂടെ സമാപനമായി. വളരെ ചെറുപ്പത്തിൽ 10-30 വർഷം മുമ്പ് മൂന്നിൻ്റെ ആദ്യത്തെ നോവൽ മാതൃഭൂമിയിൽ വന്നപ്പോൾ നമ്മൾക്ക് വളരെ ചെറിയ കുട്ടികളായിരുന്നു. എന്നിട്ടും നമ്മൾ അതൊക്കെ ആർത്തിയോടെ വായിച്ചിട്ടില്ലായിരുന്നു ആ സമയത്ത്. പിന്നീട് മൂന്നിൻ്റെ പല നോവലുകളും നമ്മളെ സ്വാധീനിച്ച ഒരുപാട് നോവലുകളുണ്ട്. ആ നോവലുകളൊക്കെ ഇന്ന് മൂന്നിൻ്റെ ഏറ്റവും അടുത്ത് വന്ന് ചെറുത് പോലും മാതൃഭൂമിയിൽ കഴിഞ്ഞ ആഴ്ച വന്നു. M മുകുന്ദന്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിനെ ആധാരമാക്കി പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ KKR വെങ്ങര തയ്യാറാക്കിയ റിലീഫ് ചിത്രങ്ങളുടെ പ്രദർശനവും അവതരണവും നടന്നു. ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് ബാലാമണി അധ്യക്ഷയായി. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കാണുന്ന ആദ്യ കാഴ്ചയിൽ തന്നെ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന കുഞ്ഞൻ വാഹനങ്ങൾ. തൃക്കരിപ്പൂരിലെ KP മീരജിന്റെ കരവിരുതിൽ വിരിയുന്ന വാഹനങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തും. പാഴ്വസ്തുക്കൾ കൊണ്ടാണ് ഇവ ഉണ്ടാക്കിയത് എന്നുകൂടി കേട്ടാൽ വീണ്ടും ഞെട്ടും. നിരവധി കുഞ്ഞൻ വാഹനങ്ങളാണ് ഈ +1 വിദ്യാർത്ഥി ഉണ്ടാക്കിയിരിക്കുന്നത്. കാണുന്ന ആദ്യ കാഴ്ചയിൽ ഒറിജിനലാണെന്ന് തോന്നിക്കും ഈ നിർമ്മാണ വൈദഗ്ധ്യം. അത്രയ്ക്ക് കൃത്യതയോടെയാണ് യഥാർത്ഥ വാഹനത്തിന്റെ നിറവും മൂടിയും പാഴ്വസ്തുക്കളാൽ പണിത കുഞ്ഞു മോഡലുകൾ. പൂച്ചോലിലെ സ്വർണ്ണത്തൊഴിലാളി KP മുരളീധരന്റെയും ലളിതയുടെയും മകൻ സൗത്ത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയായ KP മീരജാണ് വാഹനക്കമ്പം ആകർഷകമായ കുഞ്ഞു മോഡലുകളിലേക്ക് രൂപപ്പെടുത്തിയത്. ഇരുചക്രവാഹനങ്ങളിലെ എൻഫീൽഡ് ബുള്ളറ്റ് മുതൽ ന്യൂജൻ ബൈക്കുകൾ വരെ കൈവെള്ളയിൽ വെക്കാവുന്ന വലിപ്പത്തിൽ രൂപവും നിറവും നൽകി രൂപപ്പെടുത്തിയത് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ്. എങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ബൈക്ക് MCL എന്ന പശ ഉപയോഗിച്ചും നിർമ്മിച്ചു. പാഴ്വസ്തുക്കളിൽ ഉപയോഗിച്ച ബോൾ പേനകൾ, മരക്കഷണങ്ങൾ, ചെരുപ്പ്, അലൂമിനിയം കമ്പികൾ, തയ്യൽ മെഷീന്റെ ഉപേക്ഷിച്ച ബോബൻ കേസുകൾ, കുഞ്ഞു പ്ലാസ്റ്റിക് കുപ്പികളുടെ ഭാഗങ്ങൾ എന്നിവയൊക്കെ മീരജിന്റെ നിർമ്മാണത്തിലൂടെ വാഹനങ്ങളുടെ ഭാഗങ്ങളായി മാറും. MCL ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ച എൻഫീൽഡ് ബൈക്കിന് ഫ്രെയിമൊരുക്കിയത് ചെമ്പുകമ്പി ഉപയോഗിച്ചാണ്. പാഴ്വസ്തുക്കൾ കൊണ്ട് ബൈക്കുകൾ മാത്രമല്ല കാറുകൾ, ജീപ്പുകൾ, JCB തുടങ്ങിയ നിരവധി വാഹനങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് മീരജ്. JCBയും ജീപ്പുകളും അല്പം കൂടി വലിപ്പമുള്ളവയാണ്. ഹാർഡ്ബോർഡ്, ഫോറക്സ് ഷീറ്റ്, സിറിഞ്ചുകൾ, MCL അഥവാ പുട്ടി എന്നിവയാണ് നിർമ്മാണ സാമഗ്രികൾ. ഒഴിവ് വേളകളിൽ ഇത്തരം നിർമ്മാണത്തിന് പുറമെ നിരവധി അക്രിലിക് പെയിന്റിങ്ങുകളും ഈ കൊച്ചുമിടുക്കൻ ചെയ്തു വരുന്നു. ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിൽ മുഖചിത്രം എഴുതുന്നതിൽ വിദഗ്ധനായിരുന്ന പരേതനായ KP ചന്തുക്കുട്ടിയുടെ ചെറുമകനാണ് മീരജ്. കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ക്ലേ മോഡലിംഗിൽ A ഗ്രേഡ് നേടിയിരുന്നു. സഹോദരൻ മിഥുൻ ബംഗളൂരുവിൽ BA ഫൈൻ ആർട്സ് വിദ്യാർത്ഥിയാണ്. മിഥുനും ചിത്രരചനയിൽ മികവ് കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കുഞ്ഞിമംഗലം പഞ്ചായത്ത് പരിധിയിലെ മദ്രസകളിലെ 5, 7, 10 ക്ലാസുകളിൽ നിന്നും സമസ്ത പരീക്ഷയിൽ ഉന്നത വിജയികളായവർക്കുള്ള E. അഹമ്മദ് സ്മാരക അവാർഡുകൾ വിതരണം ചെയ്തു. ഉദ്ഘാടനവും അവാർഡ് ദാനവും KM ഷാജി MLA നിർവഹിച്ചു. MSF കുഞ്ഞിമംഗലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. 7ാം ക്ലാസ്സിലെ മുഹമ്മദ് MK അരികിൽ വന്നു നിൽക്കുക. മുഹമ്മദ് സുഫിയാനെ
ഇപ്പൊ പ്രത്യേകിച്ച് ഇസ്ലാമികമായ പഠന കാര്യങ്ങളിൽ പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആൻ അത് ലോകത്ത് ഖുർആനുമായി ബന്ധപ്പെട്ട് വായിക്കപ്പെടുന്ന രീതികളിൽ പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഉള്ളത് 30 ജുസ് ഖുർആൻ തന്നെയാണ്. മനുഷ്യനെ കഴുത്തറുത്ത് കൊല്ലാൻ ഒരു മടിയുമില്ലാത്ത. കുഞ്ഞിമംഗലം പഞ്ചായത്ത് MSF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അവാർഡ് ദാനം സംഘടിപ്പിച്ചത്. ജമാൽ കടന്നപ്പള്ളി അധ്യക്ഷനായ ചടങ്ങിൽ VV ഹസൻ, SKP സക്കറിയ, TP മുസ്തഫ, ഫൈസൽ കുഞ്ഞിമംഗലം, MKP മുസ്തഫ, T താജുദ്ദീൻ, ഇടമന സഹദേവൻ, TP അബ്ദുൾ അസീസ്, KV നൌഷാദ്, ഫാറൂൺ തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചി അമ്പുവിനെ നാട് അനുസ്മരിച്ചു. CPIM കരിവള്ളൂർ സൗത്ത് ലോക്കലിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം കരിവള്ളൂരിൽ നടന്നു. CPIM കരിവള്ളൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന കൊച്ചി അമ്പുവിന്റെ ചരമവാർഷികം അനുസ്മരണ സമ്മേളനത്തോടെ കരിവള്ളൂരിൽ നടന്നു. ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. കണ്ടിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന് അർപ്പിതമായിട്ടുള്ള കാര്യങ്ങൾ, ഏത് തടസ്സമുണ്ടായാലും അത് നിർവഹിച്ചേ അടങ്ങും എന്നുള്ള മട്ടിലുള്ളൊരു പിടിവാശി പല കാര്യങ്ങളിലും അദ്ദേഹം സ്വീകരിക്കാറുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ കുറച്ച് പരുഷമായിട്ട് തന്നെ അദ്ദേഹത്തോട് പാർട്ടി യോഗങ്ങളിൽ ഞങ്ങൾക്കൊക്കെ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്യാൽ രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ EP കരുണാകരൻ, K നാരായണൻ, VC കുഞ്ഞിക്കണ്ണൻ, TV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പെരുമ്പ ടൂറിസ്റ്റ് ടാക്സി ഡിവിഷൻ സമ്മേളനവും SSLC +2 വിജയികൾക്കുള്ള അനുമോദനവും പെരുമ്പ VSS ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. KK ഗംഗാധരൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. KJ തോമസ് അധ്യക്ഷനായി. VK ബാബുരാജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. M രാജീവൻ, TP മധുസൂദനൻ, മനോജ് ശ്രീനിവാസൻ, ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു. ടാക്സി വാഹനങ്ങളുടെ 15 വർഷത്തെ നികുതി ഒറ്റത്തവണയായി പിരിക്കുന്ന സർക്കാർ നടപടി പിൻവലിക്കുക, ജൂലൈ 4 നടക്കുന്ന ഓട്ടോ ടാക്സി പണിമുടക്കം വിജയിപ്പിക്കുക, പയ്യന്നൂരിൽ ജോയിന്റ് RTO പ്രവർത്തനമാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. MV സുജിത്ത് കുമാർ പ്രസിഡന്റായും PV മധുസൂദനനെ സെക്രട്ടറിയായും ട്രഷററായി K ബാബുരാജിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കല്യാശ്ശേരി നിയോജക മണ്ഡലം വരവേൽപ്പ് സമ്മേളനം പഴയങ്ങാടിയിൽ നടന്നു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഒരു സംഘടനാ രീതി പാർട്ടിക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സംഘടനയാണ് നിങ്ങളുടെ KSSPA എന്ന് പറഞ്ഞ അഭിമാനം. കാരണം ഞാനൊരു KSP പ്രവർത്തകനായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ ആളാണ്. KSU സംസ്ഥാന ഭാരവാഹിയായിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുണ്ട്, ഇപ്പോൾ DCCയുടെ ഭാരവാഹി. ഞങ്ങൾക്ക് പോലും ഇതൊന്നും ഇപ്പോൾ നമ്മുടെ KS യൂത്ത് കോൺഗ്രസ് ഒക്കെ വളരെ നിങ്ങളോട് പറഞ്ഞാൽ നമ്മളെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് അവർക്ക് ഒരുപക്ഷെ വളരെ ലജ്ജാകരമായി പോകുന്നു അവർ എന്നുള്ളതാണ് യഥാർത്ഥം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ KSSPA കല്യാശ്ശേരി നിയോജകമണ്ഡലം വരവേൽപ്പ് സമ്മേളനം പഴയങ്ങാടി നടന്നു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് K ബ്രിജേഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. MP വേലായുധൻ, T കരുണാകരൻ, P അബൂബക്കർ, K രാമകൃഷ്ണൻ, P അബ്ദുൽ ഖാദർ, AP ദാമോദരൻ, K രാമചന്ദ്രൻ, കാപ്പാടൻ ശശിധരൻ, PP കരുണാകരൻ, രാജേഷ് പാലങ്ങാട്, PV ബാലകൃഷ്ണ മാരാർ, P കുട്ടികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റി ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ മുന്നോടിയായാണ് എക്സൈസ് വകുപ്പിന്റെ സഹകരണത്തോടെ സെമിനാർ സംഘടിപ്പിച്ചത്. വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടന്നു. സെമിനാറിന്റെ ഉദ്ഘാടനം കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M രാഘവൻ നിർവഹിച്ചു. AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MV ബാബുരാജ് ലഹരിവിരുദ്ധ ക്ലാസ് എടുത്തു. എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഇവിടെ നിന്നാണ് അപസ്മാരം വരുന്നതെങ്കിൽ പ്രകൃതി തന്നെ എന്നെ നിലത്ത് തട്ടിയിടും. നിങ്ങൾക്ക് അവിടെ ഇരുന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തട്ടിയിടും. PV ലക്ഷ്മണൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. VP സുകുമാരൻ, OV ബാലകൃഷ്ണൻ, TV നാരായണൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു.
നാട്ടിലും സ്കൂൾ പരിസരങ്ങളിലും ഉൾപ്പെടെ വിവിധ മയക്കുമരുന്നുകളുടെയും ലഹരി വസ്തുക്കളുടെയും വിൽപ്പനയും ഉപയോഗവും വ്യാപിച്ചു വരുന്നതായി കാണപ്പെടുന്ന സാഹചര്യത്തിലാണ് IRPCയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കുന്നത്. രണ്ടാമത് സെമിനാർ ജൂൺ 26 ചൊവ്വാഴ്ച പയ്യന്നൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും മൂന്നാമത് സെമിനാർ ജൂൺ 28 വ്യാഴാഴ്ച രാമന്തലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കും. സി കൃഷ്ണൻ MLAയുടെ ഫണ്ടിൽ നിന്നും മാവിച്ചേരി P കണ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിന് നൽകിയ LCD പ്രൊജക്ടറിന്റെ ഉദ്ഘാടനം നടന്നു. ചടങ്ങിൽ വെച്ച് ഫിലിം സൊസൈറ്റി രൂപീകരണ പ്രഖ്യാപനവും നടന്നു. പയ്യന്നൂർ ഷെണായി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന പുസ്തകം ഇവിടെ ഉണ്ട്. അത് വളരെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ ഉള്ള ഒരു സാങ്കേതിക വിദ്യയാണല്ലോ ഇന്ന് എല്ലാ മേഖലകളിലും നടക്കുന്നത്. ബാങ്കിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും റെയിൽവേ സ്റ്റേഷനിലായാലും. മുണ്ടത്താൻ രാജൻ അധ്യക്ഷത വഹിച്ചു. അച്യുതൻ പുത്തലത്ത്, ഉഷാ ദാമോദരൻ, VV ശോഭ, G പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ വാർഷിക പൊതുയോഗം ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. ചേംബർ ജനറൽ സെക്രട്ടറി V നന്ദകുമാർ, KU വിജയകുമാർ, MK ബഷീർ, MK തയ്യിൽ, VP സുമിത്രൻ, AV ശ്രീധരൻ, VP സതീശൻ, K ഖലീൽ, V രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമം സൗത്ത് LP സ്കൂളിൽ വെച്ച് പ്രതിഭാ സംഗമം നടന്നു. DYFI പയ്യന്നൂർ ബ്ലോക്ക് സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായാണ് പ്രതിഭാ സംഗമം നടത്തിയത്. ഗ്രാമം സൗത്ത് ALP സ്കൂളിൽ നടന്ന പ്രതിഭാ സംഗമം നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. നാടിനോടും നാട്ടാരോടും ആ നാടിൻ്റെ നാളിതുവരെയുള്ള ബാധ്യതയും നിശ്ചയിക്കുന്നതിൽ നല്ല സംഭാവന നൽകിയ ഇതുപോലെയുള്ള മഹത് വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ M ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KP മധു ഉപഹാര സമർപ്പണം നിർവഹിച്ചു. T ഹാഷിം, G ലിജിത്ത്, P ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വായനാ ലോകത്തെ അനുഭവങ്ങൾ പങ്കുവച്ച് എഴുത്തുകാർ. പടന്നപ്പുറം പൊതുജന വായനശാല ഗ്രന്ഥാലയം ബാലവേദിയാണ് വേറിട്ട പരിപാടി സംഘടിപ്പിച്ചത്. വായനാ പക്ഷാചരണ ഭാഗമായാണ് വായനാനുഭവങ്ങൾ പങ്കുവച്ചത്. ചിലോണിൽ വരെ നടക്കുന്ന സിംഹളരും തമിഴരും തമ്മിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധവും അതിന് ഇന്നത്തെ ഒരു അവസ്ഥയും ഒക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകമാണ്. വായനശാല പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രമുഖർ വായനാനുഭവം പങ്കുവച്ചു. കുമ്പക്കര പാർവതിയമ്മ, കൃഷ്ണൻ നടുവലത്ത്, CM വേണുഗോപാലൻ, MV ശകുന്തള, AV മണിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. VV രവിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ VV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തണൽ പുരുഷ സ്വയം സഹായ സംഘം പ്രവർത്തകനായിരുന്ന U രമേശന്റെ 3ാം ചരമവാർഷിക ദിനാചരണം തവിടിശ്ശേരി കുറുന്തഞ്ചാലിൽ നടന്നു. ഉന്നത വിജയികൾക്കുള്ള അനുമോദന യോഗവും ഇതോടൊപ്പം നടന്നു. അനുസ്മരണവും അനുമോദന യോഗവും രവിയേഴും ഉദ്ഘാടനം ചെയ്തു. TP ഉഷ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോം വൈക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പ്രകാശൻ വിജയികളെ അനുമോദിച്ചു. KE വിനോദ്, PV തമ്പാൻ, K കമലാക്ഷൻ, KP ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കേ തൃക്കരിപ്പൂർ കമ്മാള സമുദായ ശ്മശാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. തുടർന്ന് ജനറൽ ബോഡി യോഗവും നടന്നു. കുഞ്ഞിക്കണ്ണൻ PV അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഗംഗാധരൻ P അധ്യക്ഷത വഹിച്ചു. ദാമോദരൻ A ഉപഹാര സമർപ്പണം നിർവഹിച്ചു. സുരേഷ് ബാബു TP, ഹരിദാസൻ A, രാജീവ് TV തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ദിലീഷിന്റെ സ്മരണയ്ക്കായി സുഹൃത്തുക്കൾ ബെസ്റ്റ് ടാലന്റായി തിരഞ്ഞെടുക്കപ്പെട്ട നീരജ് KPക്ക് ഉപഹാരം നൽകി. കുഞ്ഞിമംഗലം VR നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അനുവദിച്ച ശാസ്ത്ര ചരിത്ര കോർണർ ഉദ്ഘാടനം ചെയ്തു. സംസ്കാരം, അധിനിവേശം, ദേശീയത എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ PJ വിൻസെന്റ് സംസ്കാരം, അധിനിവേശം, ദേശീയത എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. K മനോഹരൻ അധ്യക്ഷത വഹിച്ചു.
പി.കെ. ശ്രീവത്സൻ, കെ. ശ്രീകേഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പലിയേരി പൊതുജന വായനശാല വനിതാവേദി അവതരിപ്പിച്ച വനിതാ പൂരക്കളി അരങ്ങേറി. പയ്യന്നൂർ NSS കരയോഗം അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നു. അർഹരായവർ ജൂൺ 30-നകം അപേക്ഷ സമർപ്പിക്കുക. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വീട് തേക്കാൻ സിമന്റും മണലും ആവശ്യമില്ല. ചുമർ ഏതുമാകട്ടെ, സിമന്റ്, മണൽ എന്നിവയില്ലാതെ വീട് തേക്കാൻ 100% പ്രകൃതിദത്തമായ ഗ്രീൻ സം വൈറ്റൽ ജിപ്സം പ്ലാസ്റ്റർ. സമയലാഭം, ചൂട് കുറയ്ക്കുന്നു. പുട്ടിയേക്കാൾ മിനുസമാർന്ന പ്രതലം, IGBC അംഗീകൃതം, ആജീവനാന്ത വാറന്റി. കമനീയമായ അകത്തളങ്ങൾക്ക് ഗ്രീൻ സം വൈറ്റൽ ജിപ്സം പ്ലാസ്റ്റർ. അതിരുകടക്കുന്ന ആരാധന കേരളത്തിലും. ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായി ആരാധകർ. അർജന്റീനയുടെ തോൽവിയിൽ മനംനൊന്ത് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. എന്ത് കാര്യത്തിലായാലും അത് അമിതമായ ദോഷം തന്നെയാണ്. അതിപ്പോൾ ഫുട്ബോൾ കാര്യം മാത്രമല്ല, സിനിമാ രംഗത്തും അതുപോലെ തന്നെയാണ്. ഇപ്പം അധികം ആരാധിച്ച് അവരെ സിനിമ തകർന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ജീവൻ വെടിയുക, അങ്ങനത്തെ എല്ലാം ദോഷമുള്ള കാര്യം തന്നെയാണ്. പലരുടെയും ജീവിതമാണ് നഷ്ടമാവുന്നത്, അവരുടെ കുടുംബത്തിന് നഷ്ടം വരുന്നുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പ് മത്സരത്തിൽ അർജന്റീനക്കേറ്റ ദയനീയ പരാജയത്തിൽ മനംനൊന്ത് ഡിനു എന്നൊരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്ത ഒരു വിഷയം അറിഞ്ഞത് ഫുട്ബോൾ പ്രേമികൾക്ക് വളരെ വേദനാജനകമായൊരു കാര്യമായിരുന്നു. അത്തരം വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിര് കടന്നൊരു തരത്തിലുള്ള ഒരു ആരാധന, അത് നമ്മുടെ മനോനിലകൾക്ക് അപ്പുറത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഡിനുവിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു വിഷയം, ഡിനു അങ്ങനെ ഒരു ആരാധന കൂടിയതാണ്ടാണോ മരണപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൻ്റെ ആരാധകരുടെ ഒരു പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫാൻ ഫൈറ്റുകളൊക്കെ നടക്കുകയാണെങ്കിലും ആരും സ്വന്തം നിലമാർന്നിട്ടുള്ളൊരു ആരാധന, സെൽഫ് സാക്രിഫൈസിങ് ആയിട്ടുള്ളൊരു ആരാധന നടന്നതായിട്ടുള്ള ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയം അങ്ങനെ ആരാധന കേന്ദ്രീകൃതമായിട്ടുള്ളൊരു വിഷയമാണെന്ന് തോന്നുന്നില്ല. അത് ഡിനുവിൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൻ്റെ പേരിൽ തന്നെ മരണപ്പെട്ടായിരിക്കണം എന്നാണ് തോന്നുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരോട് സഹതാപമാണ് തോന്നുന്നത്. അതിരുകടന്ന് ആരാധന സത്യത്തിൽ നല്ലതല്ല. അതുപോലെ തന്നെ ഈ ഒരുപാട് സിനിമാ നടന്മാർ ആരാധകർ അവരുടെ നടൻ്റെ ഫ്ലെക്സിൽ പാലഭിഷേകമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരുപാട് ദാരിദ്ര്യമുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന പറയുന്നത് സത്യത്തിലും സഹതാപകരം തന്നെയാണ്. ഈ അർജന്റീന തോറ്റു എന്നതിൻ്റെ പേരിൽ ഒരു കേരളത്തിലത്തെ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് അത് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമായിപ്പോയി. അത് വാസ്തവത്തിൽ അത് കേരളത്തിൽ തന്നെയാണോ നടന്നത് എന്ന് പോലും സംശയിച്ചു പോയ ഒരു ഘട്ടമായിരുന്നു ആ വാർത്ത കണ്ടപ്പോൾ. ഇത്രയും മണ്ടത്തരം കാണിച്ചത് വളരെ അബദ്ധമായി എന്നേ പറയാനുള്ളൂ. താരാരാധനയെക്കാട്ടിലും ആ സ്പോർട്സിനോടുള്ള കമ്പമല്ലേ വേണ്ടത്. താരാരാധനയിൽ എന്താ കാര്യം? ജനങ്ങളിലേക്ക് സ്പോർട്സിൻ്റെ മികവിനെ കുറിച്ചിട്ട് അല്ലാണ്ട് ഒരു താരത്തെ മാത്രം ഊന്നിക്കൊണ്ടുള്ള അമിത ആരാധന മോശം തന്നെയാണ്. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വീട് തേക്കാൻ സിമന്റും മണലും ആവശ്യമില്ല. ചുമർ ഏതുമാകട്ടെ, സിമന്റ്, മണൽ എന്നിവയില്ലാതെ വീട് തേക്കാൻ 100% പ്രകൃതിദത്തമായ ഗ്രീൻ സം വൈറ്റൽ ജിപ്സം പ്ലാസ്റ്റർ. സമയലാഭം, ചൂട് കുറയ്ക്കുന്നു. പുട്ടിയേക്കാൾ മിനുസമാർന്ന പ്രതലം, IGBC അംഗീകൃതം, ആജീവനാന്ത വാറന്റി. കമനീയമായ അകത്തളങ്ങൾക്ക് ഗ്രീൻ സം വൈറ്റൽ ജിപ്സം പ്ലാസ്റ്റർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി ജ്വല്ലറി കവർച്ച, പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തത് 10ഓളം കേസുകൾ. പ്രതികളെ ജൂലൈ 9 വരെ റിമാൻഡ് ചെയ്തു. എത്ര നന്നാക്കിയാലും നന്നാകില്ല എന്നുറപ്പിച്ചാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ അവസ്ഥ. കണ്ടോന്താർ ചെങ്ങളം റോഡിൽ വീണ്ടും പൈപ്പ് പൊട്ടി വെള്ളം പാഴായി തുടങ്ങി. ചെറുപുഴ ടൗണിലെ മലഞ്ചരക്ക് കടയിൽ മോഷണം. 2അംഗ സംഘം മട്ടന്നൂരിൽ പോലീസിന്റെ പിടിയിലായി. ബാങ്കിംഗ് മേഖലയോടുള്ള നിഷേധാത്മക നിലപാട്, ബെഫിയുടെ നേതൃത്വത്തിൽ മോദി സർക്കാർ ഒരു വിചാരണ മാത്തിലിൽ നടന്നു.
പരിയാരത്തെ സ്വാശ്രയ ഫീസ് പ്രതിഷേധം വ്യാപകമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.